ഇതുപോലെ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നോ? എന്താണ് കാര്യമെന്ന് പറയാം, വീഡിയോയിലേക്ക് പോകാം. ചർമ്മത്തിന്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ വിപണിയിൽ കിട്ടുന്ന ഫേസ് സെറങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഇനി പണം മുടക്കി ഫേസ് സെറം ഒന്നും മേടിക്കല്ലേ. ഈ പറയുന്ന പോലെ ഫേസ് സെറം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ചു നോക്ക്. നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന തിളക്കം നിങ്ങളെ പോലും ഞെട്ടിക്കുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. നമുക്ക് ആ ഒരു ഫേസ് സെറം ഒന്ന് ഉണ്ടാക്കിയാലോ? അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് പല വിലയിലുള്ള ഫേസ് സെറങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരു സമയം ചെല്ലുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ദോഷമായിട്ട് മാറും. നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് ഫേസ് സെറമായാലും ഫേസ് ക്രീമുകളായാലും കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ കോശങ്ങളൊക്കെ നശിച്ചു പോകാനൊക്കെ ഇടയാകും എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഏതൊരു കാര്യം, പ്രത്യേകിച്ച് ഫേസ് സെറം ആയാലും ഫേസ് ക്രീമുകളായാലും നിങ്ങളിപ്പം റെഗുലറായിട്ട് അത് ഉപയോഗിക്കാതെ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ചേഞ്ചസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ, അതായത് മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ടൊക്കെ നോക്കേണ്ടതാണ്. ഈ ഒരു ഫേസ് സെറം നിങ്ങളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താൽ ടാൻ, പിഗ്മെന്റേഷൻ കൂടാതെ തന്നെ ഡെഡ് കോശങ്ങളെയൊക്കെ നീക്കി സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനായിട്ട് ഈ ഒരു ഫേസ് സെറത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഒരു അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് സെറം ഒന്ന് ഉണ്ടാക്കിയാലോ? അതിലേക്ക് പോകാം. ഫേസ് സെറം തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അലവേറ ജെല്ലാണ്. സൂര്യാഘാതം ഏൽക്കുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന, അതായത് നമ്മുടെ ടാനിനെ പൂർണ്ണമായിട്ടും ചർമ്മത്തിൽ നിന്ന് ഇല്ലാതാക്കാനും ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി നല്ല കോശങ്ങളെ വീണ്ടെടുക്കാനുമായിട്ട് നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. അലവേറ ജെല്ല് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കേണ്ടത്. അലവേറ ജെല്ല് നമുക്ക് പൊള്ളുന്ന സമയത്തും നമുക്ക് ആ ഒരു പൊള്ളലേറ്റെടുത്ത് ഇടുകയാണെങ്കിൽ അവിടെ പാടൊന്നുമില്ലാതെ ആ പൊള്ളലേറ്റത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ കൂട്ടുകാരെ. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഹണിയാണ് ചേർക്കുന്നത്, അതായത് നമ്മുടെ തേൻ. അത് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. തേൻ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ പ്രകൃതിദത്തമായി സമ്മാനിച്ച ഒന്നാണ് നമ്മുടെ തേൻ എന്ന് പറയുന്നത്. തേൻ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കേണ്ടതാണ്. തേനിനുണ്ടല്ലോ പലതരം ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് തേനിൽ. അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡായിട്ടുള്ള ചർമ്മങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ നല്ല പോലെ വെളിച്ചെണ്ണയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂണോളം ചേർക്കേണ്ടത്. സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും സ്കിന്നിനെ മാറ്റാനായിട്ട് നമ്മുടെ, അതായത് റോസ് വാട്ടർ, അതായത് പനിനീരിൽ നിന്ന് സാധിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിനകത്ത് ഓയിൽ മയമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കും. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിക്കകത്തിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഫേസിലേക്ക് വീഴുന്ന രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ കുറച്ചെടുത്തിട്ട് സ്കിന്നിലേക്ക് നല്ല പോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടതാണ്. നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഡ്രൈ സ്കിൻ എന്നിവർക്കാണ് ഈ ഒരു ഫേസ് സെറം ഉപയോഗിക്കാവുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് മസാജ് ചെയ്ത് സ്കിന്നിൽ നിങ്ങൾ പിടിപ്പിക്കണം. നൈറ്റാണ് ഇത് ഇടേണ്ടത്. ഞാനൊരു 4 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള മാറ്റമാണ് നിങ്ങളെ കാണിക്കുന്നത്. സ്കിൻ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുമുണ്ട്, നല്ല പോലെ നിറവും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫേസ് സെറം നിങ്ങൾ നൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. നൈറ്റ് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസ് നല്ല പോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഇത് ഇടാനായിട്ട്. രാവിലെ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. സെറം തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ കണ്ടല്ലോ. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നതിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഈ ഒരു സെറം നൈറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഈ ഒരു ഫേസ് സെറത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും തയ്യാറാക്കി ഉപയോഗിക്കണേ. ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ വന്ന് എന്നോട് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.